1999 ഫെബ്രുവരി 25 കൽക്കത്ത. ജ്ഞാനദളം 194. ദീക്ഷ. ശരിയായ ആത്മാവിനെ അനാവരണം ചെയ്യുക. ഗുരുവിൽ നിന്ന് സത്യാന്വേഷിയിലേക്ക് സൂക്ഷ്മമായ ഊർജം നേരിട്ട് പകർത്തുന്നതാണ് ദീക്ഷ. ആത്മാവ് 3 ആവരണങ്ങളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. 1. മലം, സ്ഥൂലതലത്തിലെ അശുദ്ധികൾ. 2. ആവരണം, അജ്ഞതയുടെ മൂടുപടം. 3. വിക്ഷേപം, മനസ്സിന്റെ വിശ്രമമില്ലായ്മ എന്നിവയാണ്. ഈ 3 തടസ്സങ്ങളും നീക്കിയിട്ടില്ലെങ്കിൽ ഒരാൾക്ക് ശാശ്വതമായ ആനന്ദം ലഭിക്കുകയില്ല. ദീക്ഷ മലം, ആവരണം, വിക്ഷേപം എന്നിവയുടെ വിഘടനം സാധ്യമാക്കുന്നു. അത് ശരീരത്തിലെ നിഷേധാത്മകതയെ മാറ്റി നിങ്ങളെ ശുദ്ധീകരിക്കുകയും സ്വഗൃഹത്തിലെന്ന പോലെ സ്വാസ്ഥ്യം നൽകുകയും ചെയ്യും. ഗുരുവിൽ നിന്ന് സത്യാന്വേഷിയിലേക്ക് ഊർജം പകരുന്നത് 3 വിധത്തിലാകാം. ആദ്യത്തെ വിധത്തിൽ ഗുരു ഊർജം പകരുന്നത് കാഴ്ചയിലൂടെയോ സ്പർശത്തിലൂടെയോ ആകാം. ഇത് സത്യാന്വേഷിയെ ആനന്ദത്തിൽ ആറാടിക്കും. ഗുരുവിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരാളിൽ ഊർജം നിറയും. ഗുരു നൽകുന്ന പ്രത്യേക മന്ത്രം ശിഷ്യൻ ആവാഹിക്കുന്നതാണ് രണ്ടാമത്തെ മാർഗം. മന്ത്രം മനസ്സിനെ സ്വച്ഛവും ശാന്തവുമാക്കുകയും ചേതനയുടെ അത്യഗാധ തലങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഇത് സഹസ്സമാധി ധ്യാനത്തിൽ സംഭവിക്കുന്നു. മൂന്നാമത്തെ തരത്തിലുള്ള ദീക്ഷ സംഭവിക്കുന്നത് താൻ ഗുരുവിന്റെ ഭാഗമാണ് എന്ന് സത്യാന്വേഷി അറിയുമ്പോഴാണ്. ഉയർന്ന ഊർജവുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ ഒരു വ്യക്തി അഗാധമായ സംതൃപ്തിയാണ് അനുഭവിക്കുക. ജീവിതത്തിന് ഒരു ദിശാബോധം ഉണ്ടാകുകയും ശ്രമം കൂടാതെ സേവ ആരംഭിക്കുകയും ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. ജ്ഞാനം ദീക്ഷയെ ഉണർത്തുന്നു. ജ്ഞാനത്തിന്റെ തോണിയേറി അജ്ഞാനവും മായാവിഭ്രാന്തിയുമാകുന്ന സാഗരത്തെ മറികടക്കും. ജയ് ഗുരു.